ഹലോ ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പോയവരെ അനധികൃതമായി കുടിയേറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നെന്നുള്ള വാർത്ത കണ്ടു. എല്ലാവരും പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു, എല്ലാവരും അമേരിക്കയെ ആക്ഷേപിക്കുന്നു, ഇന്ത്യയെ നാണം കെടുത്തിയെന്ന് പറയുന്നു. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ നാണം കെടുത്തിയത്? ഇന്ത്യയിൽ നിന്ന് പ്രോപ്പറായ രേഖകളൊന്നുമില്ലാതെ അനധികൃതമായി കള്ളവഴിയിൽ കൂടി മെക്സിക്കൻ അതിർത്തിയിൽ കൂടി മലകളും പുഴകളും എല്ലാം കടന്നു വളരെ ത്യാഗം സഹിച്ചു നേരായ മാർഗത്തിൽ കൂടെ അല്ലാതെ കള്ള ഏജൻറ്റുമാർക്ക് പണം കൊടുത്തു കഷ്ടപ്പെട്ട് വീടും പറമ്പും എല്ലാം ഉണ്ടാക്കിയതെല്ലാം വിറ്റ് കള്ള ഏജൻറ്റന്മാർക്ക് കൊടുത്ത് കള്ളവഴിയിൽ കൂടെ കടന്ന് അമേരിക്കയിൽ കുടിയേറി ലാസ്റ്റിൽ അവിടുത്തെ ഗവൺമെൻറ് പിടിച്ച് അവരെ ഡിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ് കുറ്റക്കാർ, അമേരിക്കൻ ഗവൺമെൻറ് കുറ്റക്കാർ. യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ? നിങ്ങൾ തന്നെ ചിന്തിച്ച് പറയുക. ഇന്ത്യയെ യഥാർത്ഥത്തിൽ നാണം കെടുത്തിയത് ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ നാണം കെടുത്തിയത്? ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും നാണം കെടുത്തിയത് ആരാണ്? ഇങ്ങനെ പോയ വ്യക്തികളില്ലയോ? എന്നിട്ട് പറയുന്നു അവരെ കാലിൽ വിലങ്ങിട്ട് കയ്യിൽ വിലങ്ങിട്ട് യാത്രാ വിമാനത്തിൽ കൊണ്ടുവന്നില്ല. അവരെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ രീതിയിൽ അമേരിക്കയിൽ എത്തിപ്പെടാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇത്രയും കഴിവുള്ള വ്യക്തികളൊക്കെ ഇന്ത്യയിൽ ഏത് നിലയിൽ ഇവർക്കെല്ലാം ഡെവലപ്പ് ആകാമായിരുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ നാണം കെടുത്തിയത്? ഈ കടന്നു കയറിയ കുടിയേറ്റക്കാരല്ലേ?